അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമ്മൾ റജബിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ റജബിൽ എങ്ങനെ ഒരുങ്ങണമെന്നത് ഒന്ന് വ്യക്തമായി പറയാം. ചെറിയ രൂപത്തിൽ നാം ചെറിയ മേഖല എന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നാം എന്നും ചെയ്യുന്ന വുളു, ആ വുളുവിനെ കൊണ്ട് നമുക്ക് എങ്ങനെ റജബിനെ ഭംഗിയാക്കി എടുക്കാം എന്നതാണ്. നമുക്കറിയാം, റജബുൻ ഷഹറുള്ള, അള്ളാഹുവിന്റെ മാസമാണ് റജബ് എന്നത്. അതിന്റെ അർത്ഥം ഷഹ്റു തൗബ, തൗബയുടെ മാസം എന്നും പറയാം. എന്നാൽ നമ്മൾ ചെയ്തു പോയ തെറ്റ് എല്ലാം അള്ളാഹുവിനോട് പറഞ്ഞ് പാപമോചനം നടത്തുക എന്നതാണ് ഷഹ്റു തൗബ, തൗബയുടെ മാസം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഷഅബാനിലേക്ക് ഒരുങ്ങണം. റജബിൽ ഒരുങ്ങി ഷഅബാനിലേക്ക് ഒരുങ്ങുക, റമദാൻ എത്തിക്കാനുള്ള വഴി നോക്കുക എന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, റജബിനെ വേണ്ടതുപോലെ പരിഗണിച്ചാൽ, ഷഅബാനിനെ പരിഗണിച്ചാൽ റമദാനിനെ ധന്യമാക്കാൻ നമുക്ക് കഴിയും. അപ്പൊ ആദ്യം തന്നെ എങ്ങനെ ധന്യമാക്കാം, എങ്ങനെ ധന്യമാക്കണം, അതിനെ കുറിച്ചാണ് പറയുന്നത്. നിസ്കാരത്തിന് വുളു എന്ന് പറയുന്നത് അത് നിർബന്ധമാണ്. വുളു ഇല്ലാതെ എന്താവൂല, നിസ്കാരം സ്വഹിയാവൂലല്ലോ. അപ്പൊ വുളു ഭംഗിയാക്കി എടുക്കുക, നന്നാക്കി എടുക്കുക എന്ന് പറയാറുണ്ട്. എങ്ങനെ വുളുവിനെ നന്നാക്കി എടുക്കുക? ആദ്യ സ്റ്റെപ്പ് എന്നോളണം നമ്മുടെ നിസ്കാരത്തിന്റെ വുളു, അതിനെ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്നത്തുകളും അതുപോലെ ഫർളുകളും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നാം ചെയ്യണം. സുന്നത്തുകൾ എടുത്തുകൊണ്ട് വുളു എടുക്കുമ്പോഴാണ് അത് ഭംഗിയാകുക. നമ്മൾ കൈ കഴുകുന്ന, ഒരു ഉദാഹരണം പറയാണ്, കൈ കഴുകുന്ന സമയത്ത് സാധാരണ ഇതുവരെ എന്തായാൽ മതി, വെള്ളം എത്തിയാൽ മതി. എന്നാൽ നീട്ടിക്കഴുകുക എന്ന് പറയുന്നത് സുന്നത്താണ്. വുളുവില് എല്ലാ അവയവങ്ങളെയും നീട്ടിക്കഴുകുക എന്നുള്ളത് അത് സുന്നത്താണ്. അപ്പൊ കൈ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു തോളം കൈയിന്റെ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യണം? കഴുകി പോകണം എന്നർത്ഥം. മുഖം കഴുകുന്ന സമയത്ത് സുന്നത്താണല്ലോ നീട്ടി കഴുകൽ. അപ്പൊ മുഖത്തിന്റെ പരിധി എന്ന് പറഞ്ഞാൽ മുടി മുളക്കുന്നത് മുതൽ ഈ ചെവിക്കുറ്റി ഇവിടെ, ഈ താടിയലിന്റെ ഇവിടെയാണ് മുഖത്തിന്റെ പരിധി. അപ്പൊ എന്ത് ചെയ്യും? മുഖത്ത് കഴുകുന്ന സമയത്ത് മൊത്തമായിട്ട് എന്ത് ചെയ്യണം? കഴുകുന്ന രൂപത്തിൽ ആവണം. അതാണ് നീട്ടി കഴുകുക എന്ന് പറഞ്ഞത്. കാല് കഴുകുമ്പോ കാലിന്റെ ഞെരിയാണി, ആ തണങ്കാൽ, അവിടെയാണ് അതിന്റെ പരിധി. അപ്പൊ എന്ത് ചെയ്യാം? കുറച്ച് കയറ്റിയിട്ട് എന്ത് ചെയ്യണം? വുളു ചെയ്യണം. അപ്പൊ ഇങ്ങനെ നീട്ടിക്കഴുകുമ്പോൾ നമ്മുടെ വുളു പൂർണ്ണമായും എല്ലാ ഭാഗത്തും വെള്ളം എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പാവും. ചില ആളുകൾ വുളു എടുക്കാറുണ്ട്. എങ്ങനെ വുളു എടുക്കാറ്? വുളു എടുക്കുന്ന സമയത്ത് വെള്ളം പാരും. വെള്ളം പാരുന്നത് എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഒരിക്കലും ഉണ്ടാവൂല. എല്ലാ സ്ഥലത്തും വെള്ളം എത്തിയിട്ടുണ്ടാവൂല. അത് ശ്രദ്ധിക്കാറില്ല. അത് ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാം ക്ലിയർ ആയിക്കൊണ്ട് നീട്ടിക്കഴുകിയിട്ടേ എന്താവുള്ളൂ, അവന് വുളു എടുക്കുകയുള്ളൂ. നാം തിരക്കിൽപ്പെട്ട് എന്ത് ചെയ്യുന്നതാണ്? ഓരോ ഭാഗങ്ങളും നനയാതെ വുളു ശരിയാവാതെ പിന്നെ നിസ്കരിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? വുളു ശരിയായാൽ മാത്രമേ നിസ്കാരം സ്വഹിയാവുള്ളൂ. അപ്പൊ വുളു ആദ്യം എന്താവും? ശരിയാവണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ ഏറ്റവും വലിയ കാരണമാണ് വുളു എന്നത്. നാം പഠിച്ചിട്ടുണ്ടല്ലോ മദ്രസയിലൊക്കെ. അവസാന നാളിൽ, ഖിയാമത്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയം, എല്ലാവരും ഇങ്ങനെ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിക്കുന്ന സമയമാണ്. നമ്മുടെ ഈ കത്തിജ്വലിക്കുന്ന ഈ സൂര്യൻ അതിങ്ങനെ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ ഒരു ചാണ് അകലെ നമ്മുടെ തലക്ക് മുകളിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കത്തിജ്വലിക്കുന്ന ഈ സൂര്യൻ ഇങ്ങനെ ഒരു ചാണ് മുകളിൽ നിൽക്കുകയാണ്. ആ സമയത്ത് നല്ല ആളുകൾ ഉണ്ടാവും, അവർക്ക് അർശിന്റെ തണലുണ്ട്. അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകളുണ്ട്. പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. അങ്ങനെ ചില ആളുകൾ നെരിയാണി കാല് മാത്രം മുങ്ങുന്നവരുണ്ട്, ചില ആൾ നെരിയാണി വരെ, ചില ആളുകൾ മുട്ട് വരെ, ചില ആളുകൾ അതിന്റെ അര വരെ, ചില ആളുകൾ കഴുത്ത് വരെ, ഇങ്ങനെ തുടങ്ങി മുഴുവനായിട്ട് മുങ്ങുന്ന ആളുകൾ വരെ ഉണ്ട്. എന്തിലാണ് മുങ്ങുന്നത്? വെള്ളത്തിലല്ല, വിയർപ്പിലാണ്. വിയർപ്പ് എന്ന് പറഞ്ഞാൽ ആ പുളിയും മണമൊക്കെയുള്ള ആ ഒരു ദ്രാവകത്ത്, അതിലാണ് എന്താവുന്നത്? നാം മുങ്ങി നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ നാം ഇവിടെ നിന്ന് ചെയ്യുന്ന വുളു അത് ഭംഗിയാക്കി എടുക്കുമ്പോൾ നാളെ പരലോകത്ത് എന്ത് ചെയ്യും? ഹൗലുൽ കൗസർ കുടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കും. ആ സമയത്ത് ആരെയാണ് ആദ്യം ക്ഷണിക്കുക? വുളു നന്നാക്കിയെടുത്ത് കൈകാലുകൾ വെളുത്തവരുണ്ട്, അവരെയാണ് ഹൗലുൽ കൗസറിന് വേണ്ടി ആദ്യം ക്ഷണിക്കുക. ഇതൊന്നും വിചാരിക്കും നമ്മൾ ഇവിടുന്ന് ഒരുപാട് വുളു എടുത്ത് കൈയൊന്നും വെളുത്തിട്ടില്ലല്ലോ, ആ ഒരു വെളുപ്പല്ല ഉദ്ദേശിച്ചത്. അവിടെ പരലോകത്തെത്തുമ്പോൾ വുളു നന്നാക്കിയെടുത്തവരെ പ്രത്യേകം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മുത്തുനബിക്ക് എന്തായാലും തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അവരാദ്യമായിട്ട് എന്ത് ചെയ്യും?
ഈ ഹൗലുൽ കൗസർ കുടിക്കാൻ വേണ്ടി ക്ഷണിക്കും. അതാണ് അതാണ് ഏറ്റവും വലിയ ഷഫാഅത്തിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ, കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം നമ്മുടെ വുളു വേണ്ടതുപോലെ ശുദ്ധിയാക്കി എന്ന് പറഞ്ഞാൽ നന്നാക്കി എടുക്കണം എന്നർത്ഥം. ഇതിലൂടെ നമുക്ക് വിജയിക്കാൻ കഴിയും. അപ്പൊ ഈ റജബ് ഏതായാലും വന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഈ റജബ് മാസത്തിൽ തന്നെ നാം എന്ത് ചെയ്യണം? നമ്മുടെ ഷാബാനിലും അതുപോലെ റമദാനിലേക്ക് എത്താൻ വേണ്ടി, റമദാനിലൊക്കെ ഭംഗിയൊക്കെ എടുക്കാൻ വേണ്ടി നമ്മുടെ വുളു ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നാം എന്ത് ചെയ്യണം? എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നീട്ടിക്കഴുകി ശീലിച്ച് അത് അങ്ങനെ എടുത്ത് പഠിക്കണം. എന്നിട്ടോ പിന്നെ നീയത്ത് വെക്കേണ്ടടുത്തുണ്ട്. ചില ആളുകൾക്ക് നീയത്ത് വെക്കുന്നത് വളരെയധികം തെറ്റാറുണ്ട്. എന്താണ്? സുന്നത്തായ കാര്യം ചെയ്യുന്നതിന് അത് സുന്നത്ത്, ഞാൻ വുളുവിന്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് കരുതണം. എന്നാലേ സുന്നത്തിന്റെ കൂലി അവിടെ കിട്ടുള്ളൂ. രണ്ടാമത് ഞാൻ വുളുവിന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു. ഫർളായ അവയവങ്ങൾ കഴുകാൻ പോകുന്ന സമയത്ത് ഞാൻ വുളുവിന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം. അല്ലേ? ആ നീയത്തുണ്ടായാൽ മാത്രമേ ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കുകയുള്ളൂ. ഏതൊരു കാര്യവും നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നീയത്ത് നന്നായാൽ എല്ലാം നന്നായി. ചുരുക്കി പറഞ്ഞ നീയത്ത് നന്നായാൽ എല്ലാം നന്നായി. അപ്പോ വുളുവിൽ സുന്നത്തായ അവയവങ്ങൾ കഴുകുന്ന സമയത്ത് സുന്നത്തിനെ കരുതണം. ഫർളായ അവയവങ്ങൾ കഴുകുന്ന സമയത്ത് ഫർദിനെയും കരുതണം. എന്നാലേ വുളു ഭംഗിയാവുകയുള്ളൂ, അത് നന്നായി തീരുകയുള്ളൂ. അതുകൊണ്ട് മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടാനുള്ള വലിയ മാർഗമാണ് എന്ത്? ഈ വുളു നന്നാക്കി എടുക്കുന്നത് എന്നത്. മറ്റൊന്ന്, ഈ റജബ് മാസത്തിൽ തന്നെ നാം വുളു നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ മാത്ത തൊയ്യിബൻ എന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിൽ മരിക്കാൻ കഴിയുന്നതാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഇബ്ലീസിന്റെ ഷർറില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം കണ്ട് മരിക്കാനുള്ള വലിയൊരു ഭാഗ്യം കിട്ടും. മാത്ത തൊയ്യിബൻ, നല്ലതുപോലെ മരിക്കാൻ കഴിയും. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവസാന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് എന്ത് ചെയ്യും? വെള്ളം തന്ന് അവരെ തെറ്റിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവരിൽ നിന്നൊക്കെ നമുക്ക് ആക്കട്ടെ, ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? മാത്ത തൊയ്യിബൻ, നല്ല രീതിയിൽ മരിക്കണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ വുളു നന്നാക്കി എടുക്കുക എന്നതാണ്. മറ്റൊന്ന്, വുളു നന്നാക്കി എടുക്കലോട് കൂടെ നമ്മുടെ ചെറുദോഷങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്നും ഈ വുളു എടുത്ത വെള്ളം എങ്ങനെയാണോ ഒലിച്ചു പോകുന്നത്, അവസാനം വരെ ഒലിച്ചു പോകുന്നത് വരെ നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കുമെന്നതാണ്. നമ്മുടെ ചെറുദോഷങ്ങളെല്ലാം പൊറുക്കാനുള്ള ഒരു വഴിയാണ് എന്ത്? ഈ വുളു നന്നാക്കി എടുക്കുക എന്നുള്ളത്. അപ്പൊ വുളു വേണ്ടതുപോലെ നന്നാക്കി എടുത്താൽ നമ്മുടെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടും. അതുപോലെ മറ്റൊന്ന്, വലിയ ദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ അത് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക തന്നെ വേണം. അള്ളാഹുവിനോട് പശ്ചാത്താപിക്കണം, തൗബ ചെയ്യണം. എന്നാലേ വലിയ ദോഷങ്ങൾ പൊറുക്കുകയുള്ളൂ. ചെറുദോഷങ്ങൾ പൊറുക്കാനുള്ള ഒരു വഴിയാണ് നമ്മുടെ വുളു നന്നാക്കി എടുക്കുക എന്നത്. മറ്റൊന്ന്, ഈ റജബ് മാസത്തിൽ കൂടുതലായി നാം ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് കൂടുതലായി അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഓരോ ദിവസവും 100 പ്രാവശ്യമൊക്കെ ചൊല്ലിയിട്ടുണ്ടെന്ന് നമുക്ക് ഹദീസുകളുണ്ടല്ലോ. 100 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട് ഇസ്തിഗ്ഫാർ എന്നത്. മുത്തുനബി ഒരു തെറ്റും ചെയ്യാത്ത, ഒരു തെറ്റും ചിന്തിക്കാത്ത മുത്തുനബി 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നാം എത്ര വട്ടം ചെല്ലണം? അപ്പോൾ അള്ളാഹു തആല അതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹു തആല നല്ല ഹൈറാത്തുകൾ ചെയ്യാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു തആല നമുക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് ദിവസവും ഒരു 53 അല്ലെങ്കിൽ 100 അതിലേറെയോ നാം ഇസ്തിഗ്ഫാർ ചെല്ലാനുള്ള ഒരു സമയം കണ്ടെത്തുക. അത് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പാവാം, അല്ലെങ്കിൽ സുബഹിക്കാവാം, ഏത് സമയത്തും നിങ്ങൾക്കത് ചെല്ലാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ റജബില് നാം ആദ്യം ചെയ്യേണ്ട പണി നമ്മുടെ വുളു നന്നാക്കി എടുക്കുക. മറ്റൊന്ന്, വുളു നന്നാക്കി എടുക്കലോട് കൂടെ നമ്മുടെ ചെറുദോഷങ്ങളെല്ലാം പൊറുക്കാൻ കാരണമാണ്. മറ്റൊന്ന് എന്ത് ചെയ്യുക? നമ്മൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.